നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നിവിടെ നടന്നതെല്ലാം ആന്റി വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത കാര്യങ്ങളാണെന്ന് മനസ്സിലായില്ലേ? അമ്മ ഇത് എങ്ങനെയൊക്കെയാണ് ഈ പൂജ നടത്താൻ പ്ലാൻ ചെയ്തു എന്ന് ആരറിഞ്ഞു ഭാവന? സത്യം പറഞ്ഞ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇതിനു മുൻപ് ഒരു തിരുമേനിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ സ്വാധീനിച്ച എനിക്കെതിരെ ആന്റി ഓരോന്നും ചെയ്തത്. ഒടുവിൽ അദ്ദേഹം തന്നെ അപകടാവസ്ഥയില് എന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ലേ? ഇതും അതുപോലെ തന്നെ ആവും സൂര്യ. ആ പൂജാരിയെ കൊണ്ട് ഓരോന്നും ആന്റി മനഃപൂർവ്വം പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. അതിനാ ആരോടും അനുവാദം ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആന്റി എല്ലാം തീരുമാനിച്ചത്. ഭാവന, താൻ തന്നെ പറ, ഞാൻ എന്താ വേണ്ടത്? നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിച്ചാലോ? എന്തിനാ? അങ്ങനെയൊന്നും ചെയ്തതുകൊണ്ട് ആന്റിയുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല സൂര്യ. അല്ലെങ്കിൽ തന്നെ സൂര്യ ഞാനും ഇവിടുന്ന് മാറിയാ സംഭവിക്കുന്നത് എന്താന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ സൂര്യൻ കൊണ്ട് പോയെന്നേ പറയൂ. അതൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അതോടെ ചിലപ്പോ അവൾ ഇവിടെ നിന്നും പോയെന്നും വരും. മാനസിക ശരിക്കും പെട്ടുപോയതാ ഭാവന. അവളോടും അമ്മ ഒന്നും പറഞ്ഞിരുന്നില്ല. എനിക്കൊന്നും അറിയില്ല സൂര്യ. എന്തായാലും കുറെ ദിവസത്തെ ആന്റിയുടെ ശ്രമഫലമായിട്ടാ ഇങ്ങനെ ഒരു കർമ്മം ഈ വീട്ടിൽ നടന്നത്. ആന്റിയും സേതുവേട്ടനെയും തന്റെ വല്യച്ഛനെയും വല്യമ്മയും ഒന്നും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതാ സൂര്യ ഞാൻ പറഞ്ഞത്, എല്ലാം വളരെ ബുദ്ധിപൂർവമാണ് ആന്റി ചെയ്തതെന്ന്. എല്ലാവരും മണ്ടന്മാരും വിഡ്ഢികളുമാണെന്നാ ആന്റിയുടെ വിചാരം. മാനസിക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തതിൽ തനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാനല്ലേ സൂര്യയോട് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ. സത്യം പറഞ്ഞ അപ്പോഴൊന്നും എനിക്കത്ര സംശയം ഉണ്ടായിരുന്നില്ല. പിന്നീടാ ആന്റിയുടെ ഭാവവും പൂജാരിയുടെ പെരുമാറ്റവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പിന്നീടല്ലേ ഓരോ പുതിയ പുതിയ കർമ്മങ്ങളുമായിട്ട് വന്നത്. അപ്പൊ തന്നെ തനിക്കത് പറയാറുന്നില്ലേ? എങ്കിൽ പിന്നെ ഈ വീടിനെ ആന്റി 2 വീടാക്കിയേനെ. ഞാനായിട്ട് പൂജ അലങ്കോലപ്പെടുത്തിയെന്നേ പറയൂ. ഇനി അങ്ങനെ വല്ലതും കാണട്ടെ. അന്ന് തന്നെ ഞാനൊരു തീരുമാനം ഉണ്ടായിക്കോളാം. ഒരു കാര്യമില്ല സൂര്യ. ആന്റിക്ക് അറിയാം ആരെ എങ്ങനെ നിർത്തണമെന്ന്, ഈ വീട്ടിൽ എന്തൊക്കെ നടത്തണമെന്നും. ഒരു വീടിന്റെ മൂലസ്ഥാനത്താണ് കുഴപ്പമെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല സൂര്യ. ഇവിടിപ്പോ ആ സ്ഥാനത്തുള്ളത് ആന്റിയോ? താനൊന്ന് സമാധാനപ്പെട്. ഇന്നത്തോടെ അമ്മയുടെ മനസ്സിലിരിപ്പ് എനിക്ക് ഏതാണ്ട് മനസ്സിലായി. എല്ലാത്തിനും ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു. ആ, എന്റെ വിശ്വാസം അത് തന്നെയാ. കുടുംബത്തിലെ ദോഷം മാറാൻ വേണ്ടി ഇങ്ങനെയാണ് പൂജ നടത്തുന്നത്. ജയനിർമ്മല ആന്റി ഇതൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെ അമ്മ. സുമംഗലി പൂജയാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഭാവനയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണെന്ന്. പക്ഷെ മാനസയെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതുകൊണ്ട് തന്നെ വല്യമ്മ ചോദിച്ചത് ഇതൊക്കെ എവിടെങ്കിലും നടക്കുന്ന കാര്യമാണെന്ന്. അവരുടെ മനസ്സ് മറ്റെന്തൊക്കെയോ പ്ലാൻ ഉണ്ട്, അതെനിക്ക് ഇന്നാ മനസ്സിലായത്. അല്ലെങ്കിൽ തന്നെ സൂര്യക്ക് എന്താ ബോധമില്ലേ? പൂജാരി പറഞ്ഞ ഉടനെ മാനസ എടുത്ത് വലം വെക്കാൻ. അതിന് ഭാവനേച്ചും കൂടി പറഞ്ഞിട്ടല്ലേ സൂര്യേട്ടൻ അങ്ങനെ ചെയ്തത്. കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞതുകൊണ്ടാ സൂര്യൻ ഭാവനയും അത് ചെയ്യാൻ വേണ്ടി തയ്യാറായത്. ഇതൊക്കെ കാണുമ്പോഴമ്മേ വിശ്വാസികളും കൂടി അന്ധവിശ്വാസികളായി മാറുന്നത്. സ്വന്തം ഭാര്യയെ പോലും ഇങ്ങനൊരു പൂജയ്ക്ക് വേണ്ടി ആരെങ്കിലും പരിഗണിക്കൂ? ജയനിർമ്മല ആന്റി ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കും. എന്നിട്ട് ഇതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളെ വിളിച്ചു വരുത്തിയത്. നമ്മുടെ പ്രതികരണം എന്താണെന്ന് അറിയണമല്ലോ. ആ ദേവനങ്ങളുടെ ബോധമില്ലാതെ പോയല്ലോ അമ്മ. സൂര്യയുടെ അച്ഛനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താൻ ജയയ്ക്ക് അറിയാം. ഇന്ന് അവിടെ നടന്നതിൽ പകുതിയും ജയയുടെ കളിയാണെന്നുള്ളത് സൂര്യയുടെ അച്ഛന് വ്യക്തമായിട്ടും അറിയാം. അമ്മ ഇപ്പോഴേ ഇങ്ങനെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും അവസ്ഥ? ഒടുവിൽ ഭാവന അവിടെ ഒരു അധികപ്പറ്റാവോ? എടാ, എന്റെ കുഞ്ഞ് അവിടെ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിയാൽ ആ നിമിഷം എന്റെ കുഞ്ഞ് എന്റെ അടുത്തോട്ട് വരും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അമ്മ ഇന്ന് ഭാവനയുടെ മുഖം ശ്രദ്ധിച്ചില്ലേ? അവക്കാണെ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല, ശരിക്കും പെട്ടതുപോലെ. സൂര്യയെ കൊണ്ട് ജയനിർമ്മല ആന്റിയും പൂജാരിയും കൂടി മനഃപൂർവ്വം ഓരോന്നും ചെയ്യിക്കുന്ന പോലെ എനിക്ക് തോന്നിയേ. ഇനി എന്താണെന്ന് വെച്ചാൽ നടത്തട്ടെ മായേ. എന്തായാലും മാനസ പ്രസവിക്കുന്നവരെ എന്റെ കുഞ്ഞ് ഇതൊക്കെ സഹിച്ചാ മതിയല്ലോ. അതെല്ലാം വോട്ടുകാരായിട്ട് നമുക്ക് സഹിക്കാം. അതിനൊക്കെ ഇനി മാസങ്ങളില്ലേ അമ്മേ. ഇപ്പോഴത്തെ കാര്യം വേണ്ട നമ്മൾ നോക്കാൻ. ഭാനു പറയുന്നതിലും കാര്യമുണ്ടമ്മേ. ഇനി അങ്ങോട്ട് എങ്ങനെയാ കാര്യങ്ങളെന്ന് നമുക്കറിയണം. എന്തിന്റെ പേരിലായാലും ഭാവനയുടെ സ്ഥാനത്ത് മാനസയെ പ്രതിഷ്ഠിക്കാൻ ഇനി ആരെ അനുവദിക്കരുത്. ഭാവനയ്ക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. മായേ, ജയടുത്ത് പോയതൊന്ന് വഴക്കുണ്ടാക്കാനും പിടിക്കാനൊന്നും ഞാൻ ആളല്ല മായേ.
മാവനെയും സൂര്യയും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. അവരെന്താ വേണ്ടെന്ന് വെച്ചാ ആലോചന കണ്ടും ചെയ്യട്ടെ. ഭാവന ഒരു പൊട്ടി പെണ്ണാമ്മേ. അതുകൊണ്ടാ ഇന്ന് ഭാവനയെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചത്. അതിന് നമുക്ക് മാത്രമല്ലേ ഇതുപോലത്തെ തലവേദനകൾ വരുന്നുള്ളൂ. ജയനിർമ്മല ആന്റിയുടെ സ്വഭാവത്തിന് പറ്റിയത് വെളിച്ചതും വെല്ലുമയും തന്നെയാണ്. ഇന്ന് തന്നെ വെല്ലുമയുടെ പ്രകടനം കണ്ടിട്ട് ആ ജയനിർമ്മല അല്പം പേടിച്ചിട്ടുണ്ട്. അത്രയും വേണം ചെയ്തോട്ടാ, അല്ലെങ്കിൽ തീരെ നമ്മളൊക്കെ ഒതുങ്ങിപ്പോയിന്ന് കരുതും. അമ്മയൊന്ന് ഭാവനേച്ചി വിളിച്ചു നോക്കിയമ്മേ. ഇനി ഭാര്യയും വിളിക്കുന്നില്ല. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഭാവനയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഇന്ന് തന്നെ നമ്മളോടൊപ്പം വരുമായിരുന്നു. അത്രയ്ക്ക് വിഷമം ഉണ്ടാവും അവക്ക്. സൂര്യ കരുതിയിട്ടാ ചെയ്തോട്ടാ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഭാവനയെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. നമുക്ക് നോക്കാന്നേ. എടാ തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. ആ ജയനിർമ്മല മനഃപൂർവ്വ പാപ്പേട്ട ഇങ്ങനൊരു പൂജ അവിടെ നടത്തിയത്. മാനസ ഇനി ഒരിക്കലും ജയനിർമ്മല അവിടെ നിന്ന് ഒഴിവാക്കില്ല. അത് ഇന്നത്തോടെ എനിക്ക് ഉറപ്പായി. എന്റെ ബലമായ സംശയം ആ പൂജാരിയെ ജയനിർമ്മല വിലക്കെടുത്തിരിക്കാനാ സാധ്യത. അല്ലാതൊരിക്കലും സൂര്യയെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കില്ല. പാവം ഭാവനയുടെ മുഖഭാവം പപ്പേട്ടൻ കണ്ടില്ലായിരുന്നു. എന്തായാലും അവള് സൂര്യയുടെ ഭാര്യയല്ലേ. സൂര്യക്കും ബോധം വേണ്ടേ? ഭാവന ചെയ്യാൻ പറയുന്നതൊക്കെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ സൂര്യ ആ ചടങ്ങൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പോരെ? അതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടി ജയനിർമ്മല മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാ പപ്പേട്ട. നമ്മളെ ശരിക്കും അപമാനിക്കാൻ വേണ്ടി ചെയ്തതാ ഇതൊക്കെ. ജയനിർമ്മല വീണ്ടും പഴയ ബന്ധം കൊണ്ട് കോർട്ടിൽ ഇറങ്ങിയിരിക്കുക ജാനകി. അവള് വിശ്വസിച്ചുകൂടാ. ഗായത്രിക്ക് സേതുവിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും ആ ആൾ രൂപം വയറ്റിലൊഴിഞ്ഞ് അഗ്നിയിലിടാൻ പറഞ്ഞപ്പം ഭാവന പറ്റില്ല എന്ന് പറഞ്ഞത് എനിക്കിഷ്ടായി. അവിടെ ഞാൻ ആ പഴയ ഭാവനയാ കണ്ടത് പപ്പേട്ട. പൂജാരിയോടെ ഭാവന അങ്ങനെ പറഞ്ഞത് ജയനിർമ്മലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ജയ പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നതെന്ന്. എന്തോന്ന് നല്ലതിന്? ഒരിക്കലും പ്രസവിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ത്രീകളെ കൊണ്ട് കുടുംബത്തിലെ ദോഷങ്ങൾ മാറാൻ പണ്ടുള്ളവര് ചെയ്യിക്കാറുള്ളതാ ഇതൊക്കെ. ഇന്നത്തെ തലമുറയിലെ പിള്ളേര് കണ്ടാലേ തല തല്ലിച്ചിരിക്കും. എന്റെ അമ്മൂമ്മയൊക്കെ പണ്ട് ഇതുപോലുള്ള ചടങ്ങുകൾ ചെയ്യിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുടുംബത്തിന് പിള്ളശാപം കിട്ടാതിരിക്കാനാണെന്നാ പറയാറുള്ളത്. ആ കുടുംബത്തിന്റെ ശാപം ജയനിർമ്മലയാ. അതെ. അവളെ അടക്കി നിർത്താനുള്ള ഒരു പൂജ അർജന്റായിട്ട് ചെയ്യാൻ ദേവനോട് പറയണം. ദേവൻ അവിടെ ഒരു റോളും ഇല്ലായിരുന്നല്ലോ. മൊത്തം ഭരണം ജയനിർമ്മലയ്ക്കല്ലായിരുന്നു. ദേവനെല്ലാം ക്ഷമിക്കുന്നത് ജാനകി എന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. സൂര്യക്കെട്ടും ഭാവനക്കെട്ടുമുള്ള പണിയാണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞ ആ നിമിഷം ദേവന്റെ സ്വഭാവം ജയനിർമ്മല അറിയും. പാവം ഭാവന ഇപ്പൊ മാനസികമായിട്ട് നന്നായിട്ട് വിഷമിക്കുന്നുണ്ടാവും പപ്പേട്ട. ഈശ്വര, നീ തന്നെ അവളെ കാത്തോളണേ. വാ, പോയി കിടക്കാം.